ഈ ഒരു ആപ്പ് നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോകത്ത് ഏത് എയർപോർട്ടിൽ പോയാലും അവിടുത്തെ ലോഞ്ച് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതിനുള്ള ടിപ്സും കാര്യങ്ങളും അറിയണമെങ്കിൽ ഈ വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക. അതുപോലെ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. ഹലോ, ഞാനിപ്പോൾ നിൽക്കുന്നത് സൗത്ത് ആഫ്രിക്കയിലെ ജോഹന്നസ്ബർഗ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. കേപ്പ് ടൗണിലേക്കാണ് ഇന്നത്തെ എൻ്റെ യാത്ര. ജോഹന്നസ്ബർഗ് എയർപോർട്ടിലെ ഡൊമസ്റ്റിക് ഡിപ്പാർച്ചർ ഏരിയയിലൂടെയാണ് ഞാനിപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു സൈഡിൽ ഷോപ്പുകളും അതുപോലെ റെസ്റ്റോറൻറ്റുകളും പിന്നെ മറ്റേ സൈഡിൽ ഗേറ്റുകളുമാണ്. സൗത്ത് ആഫ്രിക്കയിലെ തന്നെ പല പല സിറ്റികളിലേക്കുള്ള ഫ്ലൈറ്റ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഇവരെല്ലാം. ചെക്കിനും അതുപോലെ കസ്റ്റംസ് ക്ലിയറൻസൊക്കെ നേരത്തെ കഴിഞ്ഞു നമ്മുടെ. ഇനി ഫ്ലൈറ്റ് ഏകദേശം ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഇനി ഇവിടുത്തെ ലോഞ്ചിൽ പോയിരിക്കാനായിട്ട് അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ. ഞാനൊരുവിധം എല്ലാ എയർപോർട്ടിൽ പോയാലും അവിടുത്തെ ലോഞ്ച് യൂസ് ചെയ്യാൻ നോക്കാറുണ്ട്. ഫ്രീ ഫുഡ് എന്നും നമുക്കൊരു വീക്ക്നെസ് ആണല്ലോ. ജോഹന്നസ്ബർഗ് എയർപോർട്ടിലെ ഡൊമസ്റ്റിക് ഡിപ്പാർച്ചർ സൈഡിലുള്ള ബിഡ്വെസ്റ്റ് പ്രീമിയർ എന്ന ലോഞ്ചിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വിസ എയർപോർട്ട് കമ്പാനിയൻ എന്ന ആപ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ആ ആപ്പിൽ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ബാർ കോഡ് ഉണ്ടാവും ആ ആപ്പിൽ തന്നെ. അത് ഇവിടെ സ്കാൻ ചെയ്ത് കൂടെ ബോർഡിംഗ് പാസും സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം സെറ്റ്. വേറൊരു ഫോർമാലിറ്റീസും ഇല്ല. നമുക്ക് നേരെ ലോഞ്ചിലേക്ക് പോകാവുന്നതാണ്. ഇതാണ് ബിഡ്വെസ്റ്റ് പ്രീമിയർ ലോഞ്ച്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ വിശേഷങ്ങളൊക്കെ കാണാം. ഇതൊക്കെയാണ് ഇവിടുത്തെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്നാക്സ്. നമുക്ക് ആദ്യം ഒരു കപ്പുച്ചിനോയിൽ സ്റ്റാർട്ട് ചെയ്യാം. നമുക്കിനി മെയിൻ ഫുഡ് ഐറ്റത്തിലേക്ക് കിടക്കാം. ഇതൊക്കെയാണ് ഇവിടുത്തെ മേജർ ഡിഷുകൾ. ബ്രെഡ് ആൻഡ് എഗ്ഗാണിത്. അതുപോലെ ഇവിടെ സ്ക്രാമ്പിൾഡ് എഗ്ഗ് ഉണ്ട്, പിന്നെ സോസേജസ് ഉണ്ട്, ചിക്കൻ അതുപോലെ പോർക്ക് സോസേജുകളുമുണ്ട്. ഈ കാണുന്നതൊക്കെ കോൾഡ് ഐറ്റംസ് ആണ്. സാലഡ്, സ്മൂത്തീസ്, ജ്യൂസസ് അതുപോലെ റാപ്പുകളും ഒക്കെയാണ് ഇവിടെ ഉള്ളത്. ഇവിടുത്തെ ചെയേഴ്സും കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ എങ്ങനെ എയർപോർട്ടിലെ ലോഞ്ചസ് ഫ്രീ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളതിൻ്റെ ടിപ്സ് ഇപ്പോൾ ഞാൻ ഷെയർ ചെയ്യാൻ പോവാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്കിൻ്റെ വിസ ഇൻഫിനിറ്റ് കാർഡാണ്. ഈ വിസ ഇൻഫിനിറ്റി കാർഡ് ഉണ്ടെങ്കിൽ ലോകത്ത് ഒരുവിധം എല്ലാ എയർപോർട്ടിലെയും ലോഞ്ചസ് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. മാത്രമല്ല ട്രാവൽ ഇൻഷുറൻസും അതുപോലെ ഡിസ്കൗണ്ടഡ് റേറ്റിൽ റെൻ്റ് കാറും അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ളതാണ് ഇൻഫിനിറ്റി കാർഡ്. ഇതിന് നമുക്ക് വിസ എയർപോർട്ട് കമ്പാനിയൻ എന്ന ഒരു ആപ്പ് ഫോണിൽ ഡൗൺലോഡ് ചെയ്തിടണം. ഇതൊരു ഫ്രീ ആപ്പാണ്.
ഇത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മുടെ വിസ ഇൻഫിനിറ്റി കാർഡ് വെച്ചിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും, നമ്മുടെ യൂസർ ഐ ഡിയും കാര്യങ്ങളും. ഇങ്ങനെ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്കൊരു യൂണിക് QR കോഡ് കിട്ടും ഈ ആപ്പിൽ തന്നെ. ഈ QR കോഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഓരോ തവണയും ലോഞ്ചസ് ആക്സസ് ചെയ്യുന്നത്. നമ്മൾ ലോഞ്ചിൽ പോകുമ്പോൾ അവിടെ സ്കാൻ ചെയ്യാനുള്ള ഒരു മെഷീൻ ഉണ്ടാവും. അവിടെ ഈ QR കോഡ് സ്കാൻ ചെയ്ത് അതിനുശേഷം നമ്മുടെ ബോർഡിംഗ് പാസും സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് ലോഞ്ചിലേക്കുള്ള ആക്സസ് കിട്ടുന്നതായിരിക്കും. നിങ്ങൾ ഏത് എയർപോർട്ടിലാണോ നിൽക്കുന്നത് അവിടെ വെച്ച് ഈ ആപ്പ് ഓപ്പൺ ചെയ്ത് സെർച്ച് ചെയ്താൽ അവിടെ അവൈലബിൾ ആയിട്ടുള്ള ലോഞ്ചസിൻ്റെ ലിസ്റ്റൊക്കെ കാണിക്കും. അപ്പോൾ നിങ്ങൾ ഡൊമസ്റ്റിക് ഡിപ്പാർച്ചറിലാണോ ഇൻ്റർനാഷണൽ ഡിപ്പാർച്ചറിലാണോ എന്ന് നോക്കിയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ലോഞ്ചസ് നമുക്ക് ചൂസ് ചെയ്യാം. ആപ്പിൽ നിങ്ങൾ ലോഞ്ച് സെലക്ട് ചെയ്യുമ്പോൾ ആ ലോഞ്ചിനെ കുറിച്ചുള്ള ചെറിയ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. ആ ലോഞ്ച് എപ്പോഴാണ് ഓപ്പൺ ചെയ്യുക, എത്ര മണി വരെ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ ആ ലോഞ്ച് എയർപോർട്ടിൽ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള ചെറിയ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾക്കും അതുപോലെ നിങ്ങളുടെ കൂടെയുള്ള ഒരു ഗസ്റ്റിനും ഫ്രീ ആക്സസ് കിട്ടുന്നതായിരിക്കും. അതുപോലെ 2 വയസ്സിന് താഴെയുള്ള കുട്ടികളുണ്ടെങ്കിൽ അവർക്കും ഫ്രീ ആക്സസ് കിട്ടും. മാക്സിമം 2 മണിക്കൂർ സ്റ്റേ ആണ് ഒരുവിധം എല്ലാ ലോഞ്ചിലും ലിമിറ്റ് പറയാറ്. പക്ഷേ അതങ്ങനെ ചെക്ക് ചെയ്യുന്നതൊന്നും കാണാറില്ല. വളരെ ചുരുക്കം ചില ലോഞ്ചിൽ മാത്രമേ ഞാനങ്ങനെ ചെക്ക് ചെയ്യുന്നത് കണ്ടിട്ടുള്ളൂ. വിസ പ്ലാറ്റിനം, വിസ സിഗ്നേച്ചർ, അതുപോലെ വിസ ഇൻഫിനിറ്റ് കാർഡ്സൊക്കെയാണ് ഇതിൽ എലിജിബിൾ ആയിട്ടുള്ളത്. ഞാൻ യൂസ് ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്കിൻ്റെ വിസ ഇൻഫിനിറ്റ് കാർഡാണ്. അൺലിമിറ്റഡ് ഫ്രീ വിസിറ്റ്സ് വിത്ത് 1 ഗസ്റ്റാണ് നമുക്ക് ഈ ആപ്പിലൂടെ കിട്ടുന്നത്. ലോഞ്ച് ആക്സസ് കൂടാതെ സ്പാ അതുപോലെ ഫാസ്റ്റ് ട്രാക്ക് സൗകര്യങ്ങൾ എയർപോർട്ടിലുണ്ടെങ്കിൽ ആ ബെനിഫിറ്റ് കൂടെ നമുക്ക് വിസ എയർപോർട്ട് കമ്പാനിയൻ ആപ്പ് വഴി കിട്ടുന്നതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ലോഞ്ച്, സ്പാ അല്ലെങ്കിൽ ഫാസ്റ്റ് ട്രാക്ക് സൗകര്യം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് അടുത്ത ബെനിഫിറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ടൈമായി, നമുക്കിനി ഗേറ്റിൻ്റെ അവിടേക്ക് പോകാം. ഇതുപോലെയുള്ള ട്രാവൽ ടിപ്സും കാര്യങ്ങളും അറിയുന്നതിന് വേണ്ടി ഈ പേജ് ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.